നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർണായകമായ ഇടപെടൽ നടത്തിയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞ വിവരമാണ്. ജോയിയുടെ മരണത്തിൽ കോടതി നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും കൂടി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണം ഇത് പരസ്പരം പഴിചാരാനുള്ള സമയമല്ല എന്നാണ്. മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും തോടും സംഭവ സ്ഥലവും സന്ദർശിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും അമിക്കസ് ക്യൂറിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തൊക്കെ ആയിരിക്കും അന്വേഷണത്തിനൊടുവിൽ കോടതിയിൽ സമർപ്പിക്കുക, എന്തൊക്കെ വിവരങ്ങളാണ് കണ്ടെത്തുക എന്നതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അടിയന്തരമായി തടയണമെന്ന കർശന നിർദ്ദേശം കോർപ്പറേഷനും ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ട ചുമതല അവർക്കാണെന്നും അത് ഉടനെ പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അധികാര തർക്കത്തിന്റെ പേരിൽ ഇത്തരം മോശമായ കാര്യം നടക്കാൻ പാടില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലവിലെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം പോരാ, ഭാവിയിൽ വീണ്ടും മാലിന്യം തള്ളുന്ന സാഹചര്യവും ഒഴിവാക്കണം. തോട്ടിലെ മാലിന്യം മാറ്റാനിറങ്ങിയ ജോയി ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഒഴുക്കിൽപ്പെട്ടത്. 45 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ജോയിയെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നലെ രാവിലെ 8 മണിയോടെ തകരപ്പറമ്പ് ഉപ്പിടാമൂട് പാലത്തിന് സമീപത്ത് ജോയിയുടെ മൃതദേഹം പൊങ്ങുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാരായമുട്ടത്തെ വീട്ടിൽ ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:15 മൃതദേഹം തകരപ്പറമ്പിലെ കനാലിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം കുടുംബക്കാരെത്തി തിരിച്ചറിഞ്ഞു. 48 മണിക്കൂറിലേറെ നീണ്ട പരിശോധനകൾക്കൊടുവിലായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്ക് സ്ഥലത്തെത്തിയിരുന്നു. ജോയിയെ കാണാതായതിന് പിന്നാലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം, അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വാക്പോരുകളുമായിരുന്നു ഉടലെടുത്തത്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായതോടെ പരസ്പര ആരോപണങ്ങൾ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുകയായിരുന്നു. റെയിൽവേക്ക് സംഭവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞിരുന്നു. മാലിന്യം നീക്കാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനാണെന്നും കോർപ്പറേഷന്റെ പരാജയമാണ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണമെന്ന് BJPയും ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് മാർച്ചിൽ വിളിച്ച യോഗത്തിൽ തന്നെ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്തെ മാലിന്യം നീക്കണമെന്ന് ആവശ്യപ്പെട്ടതായി കോർപ്പറേഷൻ അധികൃതരും വെളിപ്പെടുത്തിയിരുന്നു. 7 ദിവസത്തിനകം ശുചീകരണം നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 19 കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി 2 കൂട്ടർക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.